ഹായ്, ഞാനിപ്പോൾ തമിഴ്നാട്ടിലെ സേലത്തിനടുത്തുള്ള നാമക്കൽ ബസ് സ്റ്റാൻഡിലാണ്. എന്റെ ഇന്നത്തെ യാത്ര നാമക്കല്ലിൽ നിന്ന് കൊള്ളി ഹിൽസിലേക്കാണ്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും കൂടുതൽ ഹെയർപിൻ ബെൻഡുകളുള്ള അപകടം പിടിച്ച റൂട്ടാണിത്. ഏകദേശം 70ഓളം ഹെയർപിൻ ബെൻഡുകൾ കയറുവാണ് നമുക്ക് കൊള്ളി ഹിൽസിന്റെ ടോപ്പിലേക്ക് എത്താൻ. തമിഴ്നാട്ടിലെ നാമക്കൽ ജില്ലയിലെ മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് നമ്മൾ ഈ പോകുന്ന കൊള്ളി ഹിൽസ് അഥവാ കൊള്ളിമല. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1300 മീറ്റർ ഉയരത്തിലാണ് കൊല്ലിമല സ്ഥിതി ചെയ്യുന്നത്. 70ഓളം ഹെയർപിന്നുകൾ കയറി കൊള്ളി ഹിൽസിന്റെ ടോപ്പിലെത്തിയാൽ നമുക്ക് മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഈ യാത്രയിലെ മാക്സിമം കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നാമക്കല്ലിൽ നിന്ന് കൊള്ളി ഹിൽസിലേക്ക് ബസ്സിലായിരുന്നു ഞാൻ പോയത്. നമ്മുടെ സ്വന്തം വണ്ടിയിലും കൊള്ളി ഹിൽസിലേക്ക് പോകാൻ സാധിക്കും. പക്ഷേ അതിന് പ്രത്യേകം ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ തന്നെ വിശദമായി ഞാൻ പറഞ്ഞുതരാം. സമയം 8:45. ഞാൻ നാമക്കല്ലിലേക്ക് വന്നത് എറണാകുളത്ത് നിന്ന് സേലം വരെ ട്രെയിനിലും സേലത്ത് നിന്ന് നാമക്കൽ വരെ ബസ്സിലുമായിരുന്നു. സേലത്ത് നിന്ന് 55 കിലോമീറ്റർ ഉണ്ട് നാമക്കല്ലിലേക്ക്. ഏകദേശം 1 മണിക്കൂറോളം സമയമെടുക്കും നാമക്കല്ലിലേക്ക് എത്താൻ. സേലത്ത് നിന്ന് നാമക്കൽ വരെ നിരവധി ബസ് സർവീസുകളുണ്ട്. അങ്ങനെ 8:30 നാമക്കല്ലെത്തി ഞാൻ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മുടെ ബസ്സിനായി വെയിറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് പോകാനുള്ള നമ്മുടെ ബസ് വന്നു. ബസ്സിൽ കയറാൻ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും സീറ്റ് പിടിക്കാനുള്ള ധൃതിയിലാണ്. ഞാൻ എന്തായാലും ബസ് വന്നതും ആദ്യം തന്നെ ബസ്സിന്റെ ഫ്രണ്ടിൽ പോയി ബാഗിട്ട് സീറ്റ് പിടിച്ചു. കൊള്ളി ഹിൽസിന്റെ ടോപ്പിൽ അർപ്പളേശ്വര ടെമ്പിൾ എന്ന പ്രശസ്തമായ ഒരു അമ്പലമുണ്ട്. ഞാൻ പോയ ദിവസം ആ അമ്പലത്തിൽ എന്തോ ഫംഗ്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള തിരക്കായിരുന്നു ഇത്. എങ്ങനെയൊക്കെയോ ഫ്രണ്ടിലെത്തി സീറ്റിലിരുന്നു. നാമക്കല്ലിൽ നിന്ന് രാവിലെ 9:15 എടുക്കുന്ന ബസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നാമക്കല്ലിൽ നിന്ന് കൊള്ളി ഹിൽസിലേക്കുള്ള ബസ്സുകളുടെ സമയം ഈ വീഡിയോയിൽ തന്നെ വിശദമായി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ കൃത്യസമയത്ത് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ ബസ് എടുത്തു. നാമക്കല്ലിൽ നിന്ന് കൊള്ളി ഹിൽസിലേക്ക് 55 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 3 മണിക്കൂർ സമയമെടുക്കും നമ്മൾ കൊള്ളി ഹിൽസിന്റെ ടോപ്പിലേക്ക് എത്താൻ. നമ്മുടെ ഈ ബസിന്റെ റൂട്ട് എന്ന് പറയുന്നത് നാമക്കല്ലിൽ നിന്ന് ആരംഭിച്ച് സേന്ദമംഗലം സെമ്മേട് വഴി കൊള്ളി ഹിൽസിലേക്കാണ്. നമ്മുടെ ഈ ബസിന്റെ അവസാന സ്റ്റോപ്പ് കൊള്ളി ഹിൽസിന്റെ ടോപ്പിലുള്ള അർപ്പളേശ്വര ടെമ്പിൾ ആണ്. ഞാൻ അങ്ങോട്ടേക്കാണ് ടിക്കറ്റ് എടുത്തത്. നാമക്കല്ലിൽ നിന്ന് അർപ്പളേശ്വര ടെമ്പിൾ വരെ ഒരാൾക്ക് 60 രൂപയാണ് ബസ് ചാർജ്. സേലം ബസ് സ്റ്റാൻഡിൽ നിന്നും കൊള്ളി ഹിൽസിലേക്കുള്ള ബസ്സുകൾ കിട്ടും. പക്ഷേ 1-2 ബസ് മാത്രമേ സേലത്തിൽ നിന്ന് കൊള്ളി ഹിൽസിലേക്ക് ഡയറക്റ്റ് ആയുള്ളൂ. നാമക്കല്ലിൽ നിന്നാണ് കൊള്ളി ഹിൽസിലേക്കുള്ള കൂടുതൽ ബസ് സർവീസ് ഉള്ളത്. നാമക്കല്ലിൽ നിന്ന് ഓരോ മണിക്കൂറുടെ വിട്ടും കൊള്ളി ഹിൽസിലേക്ക് ബസ് സർവീസ് ഉണ്ട്. നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ വീഡിയോ എടുക്കുന്നതിനായി നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ എന്റെ അടുത്തിരുന്നൊരമ്മ ഈ റൂട്ടിലെ കുറെ കാര്യങ്ങളൊക്കെ എന്നോട് വിശദമായി തന്നെ പറഞ്ഞു തന്നു. அப்படியா? உங்க ஊருங்க போ ஊரங்க ஊரு நாமக்கல் கோவிலுக்கா? ஓ அந்த பஸ் ஸ்டாப்ல பக்கத்துல காண்ற அந்த மல்லில பஸ் ஸ்டாப்ல இருந்து பாக்கும்போது அந்த மேல ஏறதுக்கு கடல் ரொம்ப பிரசித்தி பெற்றது. അങ്ങനെ നമ്മളിപ്പോൾ സേന്ദമംഗലം ബസ് സ്റ്റാൻഡ് എത്തി. സമയം 9:40. നാമക്കല്ലിൽ നിന്ന് സേന്ദമംഗലം വരെ 12 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇനി കൊള്ളി ഹിൽസിലേക്ക് 44 കിലോമീറ്റർ ഉണ്ട്. സേന്ദമംഗലത്ത് നിന്ന് നമ്മുടെ ബസ്സിൽ അത്യാവശ്യം ആളുകൾ കയറാനുണ്ടായിരുന്നു. കൂടുതൽ പേരും അർപ്പളേശ്വര ടെമ്പിളിലേക്കുള്ളവരാണ്. നാമക്കല്ലിൽ നിന്ന് കൊള്ളി ഹിൽസിലേക്കുള്ള എല്ലാ ബസ്സുകളും അർപ്പളേശ്വര ടെമ്പിൾ വരെ പോവില്ല. അതുകൊണ്ടാണ് നമ്മുടെ ബസ്സിൽ ഇത്രയ്ക്ക് തിരക്കുള്ളത്.
കൊള്ളി ഹിൽസിലേക്ക് കൂടുതൽ പേരും വരുന്നത് അവിടെയുള്ള അർപ്പളേശ്വര ടെമ്പിളിലേക്കാണ്. തമിഴ്നാട്ടിലെ തന്നെ പ്രശസ്തമായ ഒരു അമ്പലമാണ് കൊള്ളി ഹിൽസിലെ അർപ്പളേശ്വര ടെമ്പിൾ. പിന്നെ കൊള്ളി ഹിൽസിൽ മനോഹരമായ 2 വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഒന്ന് ആകായഗംഗ വാട്ടർഫാൾസും പിന്നൊന്ന് മാഷില്ല വാട്ടർഫാൾസും. അർപ്പളേശ്വര ടെമ്പിളിന്റെ തൊട്ടടുത്താണ് ആകായഗംഗ വാട്ടർഫാൾസ് ഉള്ളത്. കൊള്ളി ഹിൽസിലേക്ക് പോയാൽ എന്തായാലും കാണേണ്ട ഒരു വെള്ളച്ചാട്ടമാണ് ആകായഗംഗ വാട്ടർഫാൾസ്. ഏകദേശം 1000ഓളം സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. അങ്ങ് ദൂരെയായി കാണുന്ന മലകളാണ് കൊള്ളി ഹിൽസ്. ശരിക്കും ഈ റൂട്ടിൽ കൊള്ളി ഹിൽസ് എന്നൊരു സ്റ്റോപ്പില്ല. അവിടെയുള്ള മലകളെല്ലാം കൂട്ടിയാണ് കൊള്ളി ഹിൽസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോ കാരവല്ലി എന്ന സ്ഥലത്തെത്തി. സമയം 10:15. കൊള്ളി ഹിൽസിലേക്ക് പോകുമ്പോഴുള്ള അവസാനത്തെ ടൗണാണിത്. നമ്മുടെ ബസ് ഇവിടെ ഒരു 10 മിനിറ്റ് ടീ ബ്രേക്കിനായി നിർത്തും. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ചെറിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ കൊള്ളി ഹിൽസിന്റെ ടോപ്പിലെത്തിയാൽ മാത്രമേ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂ. അങ്ങനെ ഒരു 10 മിനിറ്റ് ബ്രേക്കിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. നേരെ മുന്നിലായി കാണുന്നത് കൊള്ളി ഹിൽസിലേക്കുള്ള കവാടമാണ്. ഇവിടെ നിന്ന് 70 ഹെയർപിൻ ബെൻഡുകൾ കയറി വേണം നമുക്ക് കൊള്ളി ഹിൽസിന്റെ ടോപ്പിലേക്ക് എത്താൻ. ഇവിടെ നിന്ന് 33 കിലോമീറ്റർ ഉണ്ട് കൊള്ളി ഹിൽസിന്റെ ടോപ്പിലേക്ക്. കൊള്ളി ഹിൽസിന്റെ എൻട്രൻസിലുള്ള ചെക്ക് പോസ്റ്റാണിത്. നമ്മുടെ സ്വന്തം വണ്ടിയിലൊക്കെ വരുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഞാനിപ്പോൾ ബസ്സിലായതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു ചെക്ക് പോസ്റ്റ് കടക്കാൻ പ്രത്യേകം ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈക്ക് റൈഡേഴ്സിന്റെയും അതേപോലെ തന്നെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരുടെയും ഫേവറേറ്റ് റൂട്ടായിരിക്കും നാമക്കലിൽ നിന്ന് കൊള്ളി ഹിൽസിലേക്കുള്ള ഈ റൂട്ട്. തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ചതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹെയർപിൻ ബെൻഡുകളുമുള്ള റൂട്ടാണിത്. അപകടം പിടിച്ച ഒരുപാട് ഹെയർപിൻ ബെൻഡുകൾ ഉള്ളതുകൊണ്ട് ഈ റൂട്ടിലേക്കെല്ലാം വിടുന്നത് ചെറിയ സ്മോൾ ബസ്സുകളാണ്. നാമക്കല്ലിൽ നിന്ന് പുലർച്ചെ 2 മണി മുതൽ രാത്രി 9 മണി വരെ കൊള്ളി ഹിൽസിലേക്ക് ബസ്സുകളുണ്ട്. ബസ്സുകളുടെ സമയം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പോകുന്ന വഴിക്ക് റോഡ് സൈഡെല്ലാം ഇതേപോലെ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. നമ്മുടെ ബസ്സിലുണ്ടായിരുന്നവരൊക്കെ ബിസ്ക്കറ്റൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതുപോലുള്ള ഹിൽ സ്റ്റേഷൻ റൂട്ടുകളിൽ ബസ്സിന്റെ ഫ്രണ്ടിലിരുന്ന് യാത്ര ചെയ്യാൻ പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. തമിഴ്നാട്ടിൽ കൊള്ളി ഹിൽസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഹെയർപിൻ ബെൻഡുകളുള്ളത് വാൽപ്പാറയിലേക്കുള്ള റൂട്ടിലാണ്. പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് 40 ഹെയർപിൻ ബെൻഡുകളുണ്ട്.
ആ റൂട്ടിന്റെ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബസ്സിലെ ഡ്രൈവർ ചേട്ടന് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഹെയർ പിൻ ബെൻഡുകളൊക്കെ വളരെ ഈസിയായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന ബസ് രാവിലെ അർപ്പളേശ്വര ടെമ്പിൾ വരെ പോയി റിട്ടേൺ നാമക്കല്ലിലേക്ക് പോകുന്ന ബസ്സാണ്. കൊള്ളി ഹിൽസിലേക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് ടൈം മൺസൂൺ കാലത്താണ്. മൺസൂൺ സമയത്ത് വന്നാൽ അത്യാവശ്യം നല്ല കോടമഞ്ഞുണ്ടാവും. കോടമഞ്ഞിൽ കൂടിയുള്ള ഈ ഒരു ബസ് യാത്ര പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. മുന്നോട്ട് പോകുന്തോറും മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കുമായിരുന്നു. പിന്നെ ബസ്സിലായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഹൈറ്റിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ 30ാമത്തെ ഹെയർ പിന്നെത്തി. ഇനിയും 40 ഹെയർ പിന്നുകൾ കയറി വേണം നമുക്ക് കൊള്ളി ഹിൽസിന്റെ ടോപ്പിലേക്ക് എത്താൻ. ശരിക്കും ഇത്രയും ഹെയർ പിന്നുകൾ കയറിയുള്ള ഈ ഒരു ബസ് യാത്ര എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ബസ് യാത്ര നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം അത്രയ്ക്കും മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ബസ് യാത്ര നമുക്ക് സമ്മാനിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ 34ാമത്തെ ഹെയർ പിന്നെത്തി.
ഈ റൂട്ടിലെ ഏറ്റവും അപകടം പിടിച്ച ഹെയർപിൻ ബെൻഡാണിത്. ഈ ഒരു ഹെയർപിൻ ബെൻഡ് കയറുമ്പോൾ ബസ് റിവേഴ്സ് എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതേപോലെ തിരിച്ചിറങ്ങുന്ന സമയത്തും ബസ് റിവേഴ്സ് എടുക്കേണ്ടി വരും. ഈ റൂട്ടിലെ ഏറ്റവും മനോഹരമായൊരു വ്യൂ ലഭിക്കുന്ന സ്ഥലം 34ാമത്തെ ഈ ഒരു ഹെയർപിൻ ബെൻഡാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് താഴെയുള്ള കാരവല്ലി എന്ന വില്ലേജ് കാണാൻ സാധിക്കും. ഞാൻ പോയ സമയത്ത് കൊള്ളി ഹിൽസിന്റെ ടോപ്പ് എത്തുന്നവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ടോപ്പിലെത്തി സെമ്മേട് വരെ അത്യാവശ്യം നല്ല മഴയായിരുന്നു. സേലത്തുനിന്ന് കൊള്ളി ഹിൽസിലേക്ക് വരുമ്പോൾ നാമക്കൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സേലത്തുനിന്ന് ബേലക്കുറിച്ചി റാസിപുരം വഴി കൊള്ളി ഹിൽസിലേക്ക് എത്താം. സേലത്തുനിന്ന് കൊള്ളി ഹിൽസിലേക്കുള്ള ബസ്സുകളുടെ ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ശരിക്കും രാവിലെ നേരത്തെയുള്ള ബസ്സിൽ വന്നാൽ നമുക്ക് കൊള്ളി ഹിൽസിലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ള സമയം കിട്ടും. അപ്പോൾ ഇങ്ങോട്ടേക്ക് ബസ്സിൽ വരാൻ ഉദ്ദേശിക്കുന്നവർ നാമക്കല്ലിൽ നിന്ന് രാവിലെ നേരത്തെ വരാൻ ശ്രമിക്കുക. പിന്നെ വീക്കെൻഡുകളിൽ ഇങ്ങോട്ടേക്കുള്ള ബസ്സുകളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും.
സമയം 11:45. നമ്മളിപ്പോൾ ഏകദേശം ടോപ്പിലെത്താനായി. ഇവിടെ റോഡ് സൈഡായി തന്നെ ഒരു അമ്പലമുണ്ട്. നമ്മുടെ ബസ് അവിടെ ഒരു 5 മിനിറ്റ് നിർത്തിയിടും. നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന കുറച്ചു പേരൊക്കെ ഈ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി. അങ്ങനെ അവിടുന്ന് നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ഇനി ഇവിടുന്ന് നമ്മുടെ ബസ്സിന്റെ അവസാന സ്റ്റോപ്പായ അർപ്പളേശ്വര ടെമ്പിളിലേക്ക് ഏകദേശം 2 മണിക്കൂറുണ്ട്. അങ്ങനെ നമ്മളിപ്പോ നമ്മുടെ യാത്രയിലെ അവസാനത്തെ ഹെയർ പിന്നെത്തി. സമയം 12 മണിയായി. നമ്മളിപ്പോ 70 ഹെയർ പിന്നുകൾ കയറി കൊള്ളി ഹിൽസിന്റെ ടോപ്പിലുള്ള സോളക്കാട് എന്ന ചെറിയൊരു ടൗണിലെത്തി. ഈ സോളക്കാട് ജംഗ്ഷന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് ഡയറക്റ്റായി അർപ്പളേശ്വര ടെമ്പിളിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു ബസ് ഇവിടുന്ന് സ്ട്രൈറ്റ് പോയിട്ട് കൊള്ളി ഹിൽസിലെ ഉൾഗ്രാമങ്ങളെല്ലാം കവർ ചെയ്ത് സെമ്മേട് വഴിയാണ് നമ്മുടെ ഈ ഒരു ബസ് അർപ്പളേശ്വര ടെമ്പിളിലേക്ക് പോകുന്നത്. ഈ കാണുന്ന ലെഫ്റ്റിലൂടെയാണ് അർപ്പളേശ്വര ടെമ്പിളിലേക്ക് ഡയറക്റ്റായി പോകുന്നത്. ആ റൂട്ടിലൂടെയും നാമക്കല്ലിൽ നിന്ന് അർപ്പളേശ്വര ടെമ്പിളിലേക്ക് ബസ്സുകളുണ്ട്. ഞാൻ തിരിച്ച് നാമക്കല്ലിലേക്ക് പോയത് ആ റൂട്ടിലൂടെയായിരുന്നു. നമ്മുടെ ബസ്സിലെ കുറച്ചുപേരൊക്കെ ഈ ഒരു സോളക്കാട് ജംഗ്ഷനിൽ ഇറങ്ങി. നാമക്കല്ലിൽ നിന്ന് 9:15 ഈ ഒരു ബസ് കൊള്ളി ഹിൽസിലെ മാക്സിമം ഗ്രാമങ്ങളും കവർ ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബസ്സിൽ വന്നാൽ നമുക്ക് കൊള്ളി ഹിൽസിലെ മാക്സിമം കാഴ്ചകളും കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങോട്ടേക്ക് ബസ്സിൽ വരുന്നവർ മാക്സിമം ഈ ഒരു ബസ്സിൽ തന്നെ വരാൻ ശ്രമിക്കുക. സോളക്കാട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിരുന്നു. മൺസൂൺ കാലത്ത് വന്നാൽ ഈ റൂട്ടിലൊക്കെ അത്യാവശ്യം നല്ല കോടമഞ്ഞായിരിക്കും. നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ കോടമഞ്ഞിൽ കൂടിയുള്ള ആ ഒരു ബസ് യാത്ര പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ സെമ്മേടെത്തി. സമയം 12:15 കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡായി കാണുന്നതാണ് സെമ്മേട് ബസ് സ്റ്റാൻഡ്. നമ്മുടെ ബസ് ഇവിടെ ഒരു 5 മിനിറ്റ് നിർത്തിയിടും. ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 5 മിനിറ്റ് ബ്രേക്കിന് ശേഷം സെമ്മേടിന്ന് നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. നമ്മുടെ ബസിന്റെ അവസാന സ്റ്റോപ്പിലേക്ക് എത്താൻ ഇനിയും ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂറോളമുണ്ട്. സെമ്മേടിന്ന് റൈറ്റിലേക്ക് 2 കിലോമീറ്റർ പോയാൽ സീഗുപ്പാറ എന്ന മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്.
റൈറ്റ് സൈഡായി കാണുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. സെമ്മേഡ് ജംഗ്ഷനിൽ 3 കിലോമീറ്റർ ഉണ്ട് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക്. ലെഫ്റ്റ് സൈഡായി കാണുന്നത് ഇവിടുത്തെ ബോട്ട് ഹൗസിലേക്കുള്ള മെയിൻ എൻട്രൻസ് ആണ്. ബോട്ട് ഹൗസും അതേപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനും ഏകദേശം അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെയെല്ലാം സെപ്പറേറ്റ് എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സ്വന്തം വണ്ടിയിൽ വന്നാൽ നമുക്കിവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ സാധിക്കും. പക്ഷേ ഞാനിപ്പോൾ ബസ്സിലായതുകൊണ്ട് നമുക്ക് അതിനുള്ള ടൈം കിട്ടില്ല. റൈറ്റ് സൈഡായി കാണുന്നത് ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇതല്ലാതെ വേറെയും ചെറിയ സ്കൂളുകൾ കൊള്ളി ഹിൽസിലുണ്ട്. പോകുന്ന വഴിക്കെല്ലാം നമ്മുടെ ബസ്സിൽ അത്യാവശ്യം ആളുകൾ കയറാനുണ്ടായിരുന്നു. ഇവരെല്ലാവരും അർപ്ലേശ്വര ടെമ്പിളിലേക്ക് പോകുന്നവരാണ്. തമിഴ്നാട് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള അരിയൂർസോല, കുണ്ടൂർനാട്, പുളിയഞ്ചോല എന്നീ 3 റിസർവ് ഫോറസ്റ്റിൽ ഉൾപ്പെട്ടതാണ് കൊള്ളി ഹിൽസ്. കൊള്ളി ഹിൽസിൽ നമുക്ക് അമ്പലങ്ങളും വെള്ളച്ചാട്ടങ്ങളും അല്ലാതെ വേറെയും ഒരുപാട് വ്യൂ പോയിന്റുകൾ കാണാനുണ്ട്. സേലൂർ വ്യൂ പോയിന്റ്, സിരുമല വ്യൂ പോയിന്റ്, സീക്കുപ്പാറ വ്യൂ പോയിന്റ് തുടങ്ങിയ നിരവധി വ്യൂ പോയിന്റുകൾ കൊള്ളി ഹിൽസിലുണ്ട്. ശരിക്കും ഒറ്റ ദിവസം കൊണ്ട് കൊള്ളി ഹിൽസിലെ മുഴുവൻ കാഴ്ചകളും കാണാൻ സാധിക്കില്ല. കൊള്ളി ഹിൽസിൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഓൺലൈനായി തന്നെ ബുക്ക് ചെയ്യാൻ സാധിക്കും. മുന്നോട്ട് പോകുന്തോറും റോഡിന്റെ ഇരുവശത്തുമായി ഒരുപാട് പൈൻ മരങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ സ്വന്തം വണ്ടിയിൽ വന്നു വെച്ചാൽ നമുക്കിവിടെ എല്ലാം ഇറങ്ങി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. യാത്രകൾ ചെയ്യാൻ താല്പര്യമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റൂ എന്നുള്ള കാഴ്ചപ്പാടുകൾ മാറ്റിവെച്ച് ഇതേപോലുള്ള ബസ് സർവീസുകൾ ഉപയോഗിച്ച് ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളിലേക്ക് നമുക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതേപോലുള്ള ബസ് സർവീസുകൾ ഉപയോഗിച്ച് മാക്സിമം യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുക. തമിഴ്നാട്ടിലെ ഇതേപോലുള്ള ഹിൽ സ്റ്റേഷനുകളിലേക്കെല്ലാം കൂടുതലും ബസ് സർവീസ് ഉണ്ട്. അങ്ങോട്ടേക്കെല്ലാം പോകുന്നത് ഇതേപോലുള്ള സ്മോൾ ബസ്സുകളാണ്. തമിഴ്നാട്ടിലെ ബസ്സുകളിലെ പഴയ പാട്ടും കേട്ട് ഇതേപോലുള്ള റൂട്ടുകളിൽ ബസ് യാത്ര ചെയ്യാൻ പ്രത്യേക ഒരു ഫീലാണ്. തമിഴ്നാട്ടിലെ മനോഹരമായ ബസ് യാത്രകളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ബസ് യാത്രകളിൽ കൂടുതലായും വേണ്ടത് ബസ്സിന്റെ ലൈവ് വോയിസ് ആണെന്ന് കുറെ പേർ എപ്പോഴും കമന്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയിൽ വിവരണം കുറച്ചുകൊണ്ട് ബസ്സിന്റെ ലൈവ് വോയിസ് ആണ് കൂടുതലായി ഉള്ളത്. പക്ഷേ ഈ യാത്രയെക്കുറിച്ചുള്ള മാക്സിമം ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ തന്നെ വിശദമായി ഞാൻ പറയുന്നുണ്ട്. അതല്ലാതെ ഈ യാത്രയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
കൊള്ളി ഹിൽസിന്റെ ടോപ്പിൽ ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. അങ്ങോട്ടേക്കെല്ലാം ബസ് സർവീസ് ഉള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നാമക്കല്ലിൽ നിന്ന് കൊള്ളി ഹിൽസിലേക്ക് വരുന്ന എല്ലാ ബസ്സുകളും ഈ റൂട്ടിലൂടെ വരില്ല. കൊള്ളി ഹിൽസിലെ ഒരുപാട് ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ രാവിലെ 9:15 ഈ ഒരു ബസ്സിൽ തന്നെ വരണം. കണക്ഷൻ സ്റ്റോപ്പിലുണ്ട്. ആകായിട്ട് എനിക്ക് എവിടെ ദൂരം മുന്നോട്ട് പോകുന്തോറും നമുക്ക് മനോഹരമായ പുൽമേടുകൾ കാണാൻ സാധിക്കും. അങ്ങോട്ടേക്കെല്ലാം നമുക്ക് പോകാൻ പറ്റുമെന്ന് നമ്മുടെ ബസ്സിലൊരു ചേട്ടൻ പറഞ്ഞു. അവിടുത്തെ ലോക്കൽ ഗൈഡിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കാണുന്ന മലകളിലേക്കെല്ലാം പോകാൻ സാധിക്കൂ. നാമക്കല്ലിൽ നിന്ന് കൊള്ളി ഹിൽസ് വരെയാണ് ടോട്ടൽ 70 ഹെയർ പിൻ ഉള്ളത്. കൊള്ളി ഹിൽസിന്റെ ടോപ്പിലെത്തി അർപ്പളേശ്വര ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്കും കുറച്ച് ഹെയർ പിൻ ബെൻഡുകളുണ്ട്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഏകദേശം 80ഓളം ഹെയർ പിൻ ബെൻഡുകളുണ്ട്. കൊള്ളി ഹിൽസിലുള്ളവരുടെ പ്രധാന വരുമാന മാർഗം കൃഷി തന്നെയാണ്. കുരുമുളക്, നെല്ല്, വാഴ, ചക്ക തുടങ്ങിയ ഒരുപാട് കൃഷികൾ ഇവിടെയുണ്ട്. പോകുന്ന വഴിക്ക് ഒരുപാട് നെൽപ്പാടങ്ങളും അതേപോലെ ഒരുപാട് തോട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഈ റൂട്ടിലെ ഈ സ്ഥലങ്ങളെല്ലാം കാണുമ്പോൾ നമ്മുടെ കേരളത്തിലെ സ്ഥലങ്ങളെ പോലെ തോന്നും. ശരിക്കും കൊള്ളി ഹിൽസിന്റെ ടോപ്പിൽ ഇത്രയും മനോഹരമായ ഒരുപാട് ഗ്രാമങ്ങളുണ്ടെന്ന് അധികം പേർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവർ എന്തായാലും ഈ ഗ്രാമങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ശരിക്കും വീഡിയോയിൽ കാണുന്നതിനേക്കാളും എത്രയോ മനോഹരമാണ് അവിടുത്തെ നേരിട്ടുള്ള കാഴ്ചകൾ കാണാൻ.
അങ്ങനെ നമ്മളിപ്പോൾ മെയിൻ റോഡിലേക്ക് എത്തി. ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് അർപ്പളേശ്വര ടെമ്പിളിലേക്ക് പോവേണ്ടത്. ലെഫ്റ്റിലെ വഴി സോലക്കാട് നിന്ന് ഡയറക്റ്റ് ആയിട്ട് അർപ്പളേശ്വര ടെമ്പിളിലേക്ക് വരുന്ന വഴിയാണ്. ഇവിടുന്ന് തിരിച്ചു പോകുന്ന ബസ്സെല്ലാം കൂടുതലും ഈ വഴിയാണ് പോകുന്നത്. ഇവിടുന്ന് ഇനി നമ്മുടെ ബസ്സിന്റെ അവസാന സ്റ്റോപ്പായ അർപ്പളേശ്വര ടെമ്പിളിലേക്ക് ഏകദേശം 500 മീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ബസ്സിന്റെ അവസാന സ്റ്റോപ്പായ അർപ്പളേശ്വര ടെമ്പിൾ എത്തി. സമയം 2 മണിയായി. റൈറ്റ് സൈഡായി കാണുന്നതാണ് അർപ്പളേശ്വര ടെമ്പിൾ. നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന കൂടുതൽ പേരും ഈ ഒരു അമ്പലത്തിലേക്കുള്ളവരായിരുന്നു. നമ്മുടെ ഈ ഒരു ബസ് കൊള്ളി ഹിൽസിലെ മിക്ക ഗ്രാമങ്ങളിലൂടെയും പോയിട്ടാണ് അർപ്പളേശ്വര ടെമ്പിളിലേക്ക് എത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയത്. നമ്മുടെ ഈ ഒരു ബസ് ഏകദേശം 4.5 മണിക്കൂർ എടുത്തു നാമക്കല്ലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ. ശരിക്കും സോളംകുണ്ട് ജംഗ്ഷനിൽ നിന്ന് ഡയറക്റ്റായി നമുക്ക് അർപ്പളേശ്വര ടെമ്പിളിലേക്ക് വരാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഏകദേശം 3 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. ആ റൂട്ടിലൂടെയും നാമക്കല്ലിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ബസ്സുകൾ കിട്ടും. ഇവിടുന്ന് ഞാൻ തിരിച്ചു പോയത് ആ റൂട്ടിലൂടെയാണ്. ഞാൻ പോയ ദിവസം ആ അമ്പലത്തിൽ വലിയെന്തോ ഫംഗ്ഷനായിരുന്നു. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിൽ നിന്നായി ഒരുപാട് പേർ അങ്ങോട്ടേക്ക് വന്നിരുന്നു. ഈ കാണുന്നതൊക്കെ അവിടുത്തെ എന്തോ ആചാരങ്ങളാണ്. അമ്പലത്തിന്റെ അടുത്തായിട്ട് ഒരുപാട് ചെറിയ ചെറിയ കടകളും അതേപോലെ ഭക്ഷണം കഴിക്കാനായുള്ള ചെറിയൊരു ഹോട്ടലും ഉണ്ട്. ഞാൻ പോയ ദിവസം അമ്പലത്തിന്റെ വക അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അടുത്ത ബസ്സിൽ ഞാൻ അവിടുന്ന് തിരിച്ചുപോയി. തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ നാമക്കല്ലിലേക്ക് പോയില്ല. റാസിപുരം വഴി നേരെ സേലത്തിലേക്ക് പോയി. സേലത്തിൽ നിന്ന് തിരിച്ച് ട്രെയിനിലായിരുന്നു ഞാൻ നാട്ടിലേക്ക് വന്നത്. രാവിലെ നേരത്തെയുള്ള ബസ്സിൽ വന്നാൽ നമുക്കിവിടെ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. നേരെ മുന്നിലായി കാണുന്ന പച്ച ബിൽഡിങ്ങിന്റെ താഴെക്കൂടെയാണ് ആകായഗംഗ വാട്ടർഫാൾസിലേക്ക് പോകുന്നത്. സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചില്ല. ഒരാൾക്ക് 30 രൂപയാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രി ഫീസ് വരുന്നത്. ഏകദേശം 1000-ഓളം സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവർ എന്തായാലും ആ ഒരു വെള്ളച്ചാട്ടം കൂടി കാണാൻ ശ്രമിക്കുക. ഇവിടുന്ന് തിരിച്ച് നാമക്കല്ലിലേക്കും ഓരോ മണിക്കൂർ ഇടവിട്ടും ബസ്സുകളുണ്ട്. തിരിച്ചു പോകുന്ന സമയത്തും ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. നാമക്കല്ലിൽ നിന്ന് കൊള്ളി ഹിൽസിലേക്കുള്ള ഈ ഒരു ബസ് യാത്ര നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അത്രയ്ക്കും മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഈ യാത്രയിൽ കാണാനുണ്ട്. ഇനിയും ഇതുപോലുള്ള മനോഹരമായ ബസ് യാത്രകളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ വരാനുണ്ട്. അങ്ങനെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ യാത്രയും അവസാനിക്കുമ്പോൾ ബാക്കിയാവുന്നത് കുറെ ചിത്രങ്ങളും ഓർമ്മകളും മാത്രമാണ്. കഴിഞ്ഞ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു യാത്രയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.